مما يلحق المؤمن من عمله وحسناته بعد موته. മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കാനിടയുള്ള കർമ്മങ്ങളിൽ നന്മകളിൽ പെട്ടതാണ് ഇൽമൻ നശറഹു, ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ, എഴുതിയ പുസ്തകം, ലേഖനങ്ങൾ, വഅദുകൾ, ജനങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുത്തത് മരണശേഷം ഉപകാരപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വവലദൻ സ്വാലിഹൻ തറകഹു, നിങ്ങൾ ഇട്ടേച്ചു പോകുന്ന സ്വാലിഹുകളായ മക്കള്, അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലാഹുവേ നല്ല മക്കളെ നൽകണേ റബ്ബേ, മക്കളെ നന്നാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ പുണ്യമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണമേ അല്ലാഹ്. വമുസ്ഹഫൻ വറതഹു, നിങ്ങൾ അനന്തരമായി വെച്ചു പോകുന്ന മുസ്ഹഫുകള്, മുസ്ഹഫ് ദാനം ചെയ്യുന്നത് വലിയ പ്രതിഫലമാണ്, വലിയ കൂലിയാണ്. വഖഫ് ചെയ്യുന്നത്. ഔ മസ്ജിദൻ ബനാ, നിങ്ങൾ ഉണ്ടാക്കുന്ന മസ്ജിദ്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകുമെന്ന് പറഞ്ഞത് ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്ര സ്ഥലം അല്ലാഹു മസ്ജിദായി കൊടുത്താൽ, സുബ്ഹാനല്ലാഹ്, ഒരു മിഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാൻ പറ്റും? ഒരു മിഹ്റാബ് മാത്രം ഉണ്ടാക്കിയാൽ ഒരു പ്രാവിനിരിക്കുന്ന സ്ഥലേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. എങ്കിൽ പോലും അല്ലാഹു അതിന് പകരം സ്വർഗ്ഗത്തിൽ പ്രാവിനിരിക്കുന്ന സ്ഥലമല്ല തരുന്നത്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah, സ്വർഗ്ഗത്തിലെ ബൈത്ത് എന്ന് പറയുന്നത് ഖസ്റാണ്, കൊട്ടാരങ്ങളാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ പടച്ചവനേ. ഔ ബൈതൻ ലിബ്നി സബീലി ബനാ, വഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്.